യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. സ്തോത്രം. യേശുവിനെ കർത്താവെന്ന് സ്വീകരിച്ചതിൻ്റെ പേരിൽ ക്രൈസ്തവ സഭയ്ക്കെതിരെ ഭരണകൂട ഭീകരത വളഞ്ഞിട്ട് ആക്രമിച്ച് ചിലരെയൊക്കെ കൊന്നുകളഞ്ഞ് ചിലരെയൊക്കെ തടവിലാക്കിയപ്പോൾ പൗലോസ് സഭയെ ധൈര്യപ്പെടുത്തുകയാണ്. ബി കോൺഫിഡൻസ്, ബി കറേജ്, ധൈര്യത്തോടെ നിൽക്ക്, ഉറച്ചു നിൽക്ക്, യേശു ക്രിസ്തുവിൽ നിങ്ങൾ ഉറച്ചു നിൽക്ക്. ചിലരൊക്കെ പിന്മാറിപ്പോയി. പേടിയുള്ളവരുണ്ടല്ലോ, അവർ സഭായത്തിനൊക്കെ വരായിരുന്നു. അവരെക്കുറിച്ച് പറഞ്ഞ് സഭായങ്ങളെ അലക്ഷ്യമാക്കരുത്. കോവിഡ് കഴിഞ്ഞിട്ട് 2 കൊല്ലമായിട്ടും സഭായത്തിന് വരാത്ത ആൾക്കാരുണ്ട്. കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങളുടെ സഭയിൽ ചില രീതിയിൽ വരുന്നില്ല. വീട്ടിൽ സഭായകമാണോ ഓൺലൈൻ ചർച്ചിലാണോ കുടുങ്ങി കിടക്കുന്നതെന്ന് അറിയത്തില്ല. വയ്യ, കാലുവേദനയാണെന്ന് പറയും. പക്ഷേ വ്യാഴാഴ്ച ജഗന്തു ചന്ത ഇരിക്കുന്നുണ്ട്, റൈസലോ. ശനിയാഴ്ച കല്യാണത്തിനും കിടന്ന് ഇടിക്കുന്നുണ്ട്. ഞായറാഴ്ച വരാൻ വയ്യ. സ്തോത്രം. അപ്പോൾ കള്ളത്തരമല്ലേ? ഈ അമ്മാവെ കണ്ട കാര്യം പറഞ്ഞു. കല്യാണത്തിന് ഞാൻ കണ്ടു, ചന്ത നിൽക്കുന്ന കണ്ടു, കല്യാണം കഴിഞ്ഞിട്ട് കിടന്ന് ക്യൂവിൽ കിടന്ന് ഇടിക്കുന്ന കണ്ടു. പക്ഷേ ഞായറാഴ്ച നടുവേദനയാണ്, കാലുവേദനയാണ്. വന്നോളും. സ്തോത്രം. ഇത് രാത്രി പ്രിയമുള്ളവരെ, ചിലരൊക്കെ പേടിച്ചു പോയി, ചിലരൊക്കെ പിന്മാറി. അവിടെ പറഞ്ഞ് പിന്മാറുക എൻ്റെ ഉള്ളതിൽ അവരിൽ പ്രസാദമില്ല, നാമോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് പിന്മാറിപ്പോകരുത്, ഉറച്ചു നിൽക്കുകയും. പലയിടങ്ങളിൽ പൗലോസ് പറഞ്ഞു, മുറുകെ പിടിക്ക് വിശ്വാസം. ആദ്യ വിശ്വാസം അവസാനത്തോടെ മുറുകെ പിടിക്ക്, പ്രത്യാശയോടെ സ്വീകാര്യം മുറുകെ പിടിക്ക്. അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞ ഹോൾഡ് യുവർ കൺഫെഷൻ. പണ്ട് നിങ്ങൾ സത്യപ്രതിജ്ഞ നടത്തിയില്ലേ, എഴുന്നേറ്റ് യേശു എന്റെ കർത്താവാണെന്ന്. കൈസറല്ല ഞങ്ങളുടെ കർത്താവ്, യേശുവാണ് ഞങ്ങളുടെ കർത്താവ് എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ലംഘനം നടത്തരുത്. കരാറ് തെറ്റിക്കരുത്. പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധി വരും, ഭരണകൂടം നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കും. പക്ഷെ കരാറ് തെറ്റിക്കരുത്, സത്യപ്രതിജ്ഞ ലംഘിക്കരുത്. യേശുവാണ് ഞങ്ങളുടെ കർത്താവ്, അതിൽ ഉറച്ചു നിൽക്ക്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ആരും പിന്മാറരുത്. 6-ാം അധ്യായത്തിൽ ദൈവപുത്രനെ ചവിട്ടിക്കളയരുത്. ഈ കൃപയുടെ സന്തോഷം, രക്ഷ, ഹിസ്റ്റോറിക്കൽ സാക്രിഫൈസ്, അറ്റോൺമെന്റ് ഇതൊക്കെ വേണ്ട എന്ന് മനഃപൂർവ്വം പറഞ്ഞിട്ട് പോയാൽ ഇനി രക്ഷയില്ല, മാനസാന്തരത്തിന് അവസരമില്ല. അതുകൊണ്ട് പിന്മാറരുത്. ഭർത്താക്കന്മാർ ഭരിച്ചുപോയ ഭാര്യമാരോട് പറഞ്ഞു, ഏറെ നല്ല ഉയർപ്പ് അവർക്കുണ്ട്. രക്തസാക്ഷികളായ ഭർത്താക്കന്മാർ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട കേട്ടോ. ഏറെ നല്ല ഉയർപ്പ് അവർക്കുണ്ട്. ബെറ്റർ റിസർവേഷൻ. വീടുകൾ ജപ്തി ചെയ്തു. യോഗം കഴിഞ്ഞപ്പോൾ വീടില്ല, വസ്തുവെല്ലാം സർക്കാർ കണ്ടെടുത്തു. അവരോട് പറയാണ്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഒരു ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. സർക്കാർ നിങ്ങളുടെ വീട് കണ്ടുകെട്ടിയാൽ, ഭരണകൂടം നിങ്ങളുടെ വസ്തു പിടിച്ചെടുത്താൽ, സുവിശേഷ വിരോധികൾ നിന്റെ വസ്തു കയ്യേറിയ നിരാശപ്പെടേണ്ട. ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. ആരും അധൈര്യപ്പെടരുത്, ഉറച്ചു നിൽക്ക്. 13 പറഞ്ഞത് ബെറ്റർ. ഏറ്റവും നല്ല ഉപദേശം, ഏറ്റവും നല്ല പ്രമാണം, ഏറെ നല്ല പ്രത്യാശ, ഏറെ നല്ല ഉയർപ്പ്, ഏറെ നല്ല നഗരം, ഏറെ നല്ല വാഗ്ദത്തം, ഏറെ നല്ല പ്രത്യാശ, ഏറെ നല്ല നിയമം, ഏറെ നല്ല പൗരോഹിത്യം. ഏറ്റവും നല്ലതിൽ അവർ പറയുന്നു, ഏറ്റവും നല്ലതിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആര് പിന്മാറരുത്. ഇന്ന് രാത്രി യോഗത്തിന് വന്നവരോട് പറയുന്നു, ഏറ്റവും നല്ലതിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ആര് പിന്മാറി പോകരുത്. ഏറ്റവും നല്ലതിലേക്ക് നിങ്ങൾ വന്ന പ്രമാണമാണ് ഏറ്റവും നല്ലത്. ബെറ്റർ കവനന്റ്, ഏറെ നല്ല ഉടമ്പടി, ഏറെ നല്ല പ്രത്യാശ, ഏറെ നല്ല നഗരം, ഏറെ നല്ല വാഗ്ദത്തം, ഏറെ നല്ല ഉയർപ്പ്. ഏറ്റവും നല്ലതിലേക്ക്. അതോട് ഉറച്ചു നിൽക്ക്. യേശുവിനെ നോക്ക്. ഫോക്കസ് ഓൺ ക്രൈസ്റ്റ്. ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾ പറയുന്നത്, യേശുവിനെ നോക്കുക. 3 പറയുന്നത്. 3:1, 7:4, 8:4, 12:2. 3:1 നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ അപ്പോസ്തലൻ ഹൈ പ്രീസ്റ്റ്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. ഇന്ന് രാത്രി ദേശത്തോട് പറയുന്നു, യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. ശ്രദ്ധിച്ചു നോക്കിയാൽ വേറെ ആരിലും കാണാത്ത ചില ഗുണങ്ങൾ യേശുവിൽ കാണാം കേട്ടോ. ഞങ്ങൾ യേശുവിനെ അറിഞ്ഞത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ്. ഇതുവഴി പോകുന്ന രീതി ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, അതൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷി ഗവേഷണം നടത്തുന്നവർ ദൂരദർശനിയിലൂടെ കീൻ ഒബ്സർവേഷൻ നടത്തുന്ന പോലെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ വേറെ ആരിലും കാണാത്ത ചില ഗുണങ്ങൾ യേശുവിലുണ്ട്. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു നോക്ക്. വേറെ ആരിലും കാണാത്ത ചില ഗുണങ്ങൾ യേശുവിലുണ്ട്. 7:4 ഇവരത്ര മഹാനെന്ന് നോക്കുവീൻ. മൽക്കീസേദെക്കിനെ കുറിച്ചാണ്. ഇവരത്ര മഹാനെന്ന് നോക്കി മൽക്കീസേദെക്കിനെ കുറിച്ചാണ്. അത് വ്യാഖ്യാനിച്ച് യേശു ആക്കിക്കണം.
ശ്രദ്ധിച്ചോണം, ഹെർമനോട്ടിക്സ്. ഇവൻ എത്ര മഹാനെന്ന് നോക്കി. 12:2 വിശ്വാസത്തിന്റെ നായകനും ദ ഓഥർ ആൻഡ് ഫിനിഷർ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തനുമായി യേശുവിനെ നോക്കുക. 3 എടുത്ത് പറയാൻ കാരണം, ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചക മതമാണ് യഹൂദമതം. ലോകത്തിലെ ഏറ്റവും വലിയ പൗരോഹിത്യ മതമാണ് യഹൂദമതം. യഹൂദമതത്തിന്റെ വക്താക്കളോട് പറയുന്നു, യേശുവിനെ നിങ്ങൾ നോക്ക്, പിന്മാറരുത്. ഭരണകൂടത്തിന്റെ ഭീഷണിയുടെ മുമ്പിൽ നിരാശപ്പെട്ടു പോകരുത്. ഉറച്ചു നിൽക്കുക. ആരാണ് യേശു? യേശുവിന്റെ ശ്രേഷ്ഠതയാണ് അവതരിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പദവിയുടെ ശ്രേഷ്ഠത, യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത, യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത, യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത അവതരിപ്പിച്ചിട്ട് പറയുന്നു, യേശു ആരാണ് നിങ്ങൾ അറിയണം. ആരാണ് ക്രിസ്തു? ആരെ അമ്പരപ്പിക്കുന്ന വ്യക്തിപ്രഭാവം, ലോകോത്തര മാതൃകയായ വൈജ്ഞാനിക വൈഭവം, ഇന്നലെയും ഇന്നുമായി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന യേശു ആരാണ് ഇന്ന് രാത്രി ദേശം തിരിച്ചറിയണം. 1-ാം അധ്യായത്തിൽ അവൻ മാലാഖമാരെക്കാൾ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. മാലാഖമാരുണ്ടല്ലോ, ആരാധിക്കുന്നവരാണോ വലിയവൻ? ആരാധന സ്വീകരിക്കുന്നവനാണോ വലിയവൻ? ആരാധന സ്വീകരിക്കുന്നവനാണെങ്കിൽ അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. സൃഷ്ടാവാണോ വലുത്? സൃഷ്ടിയാണോ വലുത്? സൃഷ്ടാവാണ്. ദൂതന്മാർ സൃഷ്ടിയാണ്. അങ്ങനെയെങ്കിൽ യേശു സൃഷ്ടാവാണ്, അവനാണ് വലിയവൻ. ആജ്ഞ കൊടുക്കുന്നവനാണോ വലിയവൻ? ആജ്ഞ അനുസരിക്കുന്നവനാണോ വലിയവൻ? സുവാർത്താദൂതികൾ ആജ്ഞ അനുസരിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ദൂതൻ ആരാണെന്നറിയാമോ? സേവകാത്മകളാണ്, മിനിസ്റ്റീരിയൽ സ്പിരിറ്റ്സ് ആണ്, ഗാർഡിയൻ ഏഞ്ചൽസ് ആണ്. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുന്നവരുടെ മിനിസ്റ്റീരിയൽ സ്പിരിറ്റ്സ് ആണെങ്കിൽ സഭയ്ക്ക് പോലും ദൂതന്മാരെക്കാൾ പദവി ഉണ്ടെങ്കിൽ പൗലോസ് പറയുകയാണ്, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശുവാണ്. സ്വതന്ത്രം. പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശുവാണ്. 1-ാം വാക്യം തന്നെ ഖണ്ഡനമാണ്. ഭാഗമായി കണ്ടോ? പ്രവാചകന്മാർക്ക് ഭാഗമായിട്ടാണ് വെളിപ്പെട്ടെങ്കിൽ യേശു സമ്പൂർണ്ണ വെളിപ്പാടാണ്. പ്രവാചകന്മാർക്ക് സമ്പൂർണമായ മഹത്വം വെളിപ്പെട്ടില്ല. ക്രിസ്തു സമ്പൂർണമായ വെളിപ്പാടാണ്. അവൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശുവിന്റെ സന്ദേശം ദൂതന്മാരുടെ സന്ദേശത്തെക്കാൾ, പ്രവാചകന്മാരുടെ സന്ദേശത്തെക്കാൾ വലിയതാണ് യേശുവിന്റെ സന്ദേശം. ആ സന്ദേശത്തിന്റെ പേരെന്താ? ഇത്ര വലിയ രക്ഷ. അടുത്ത ചാപ്റ്ററാണ് ഇത്ര വലിയ രക്ഷ, ദ ഗ്രേറ്റ് സാൽവേഷൻ. ദൂതന്റെ മെസ്സേജിനേക്കാൾ, പ്രോഫറ്റിന്റെ മെസ്സേജിനേക്കാൾ ഏറ്റവും വലിയ വചനമാണ് യേശുവിന്റെ വചനം. അതിന്റെ പേര് ദ ഗ്രേറ്റ് സാൽവേഷൻ, ഇത്ര വലിയ രക്ഷ. സ്വതന്ത്രം. ദൈവത്തോളം വലിപ്പമുള്ള രക്ഷ. 3-ാം അധ്യായത്തിൽ മോശേക്കാൾ. നിങ്ങളുടെ മധ്യസ്ഥൻ മോശയാണല്ലോ, ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സ്ഥാപകനും പഴയ നിയമത്തിന്റെ മധ്യസ്ഥനുമായ മോശ. ആ മോശേക്കാൾ ശ്രേഷ്ഠനാണ് യേശു. മോശ കനാനിലെത്തിയില്ല, ആരെയും കൊണ്ട് എത്തിച്ചില്ല. എന്നാൽ നിത്യതയിൽ എത്തിക്കുന്ന യേശു മോശേക്കാൾ ശ്രേഷ്ഠനാണ്. വീട് വെച്ചവനാണോ വലുത്? അതിനകത്ത് താമസിക്കുന്നവനാണോ വലുത്? സർവവും ചമച്ചവൻ ദൈവം തന്നെ. അങ്ങനെയെങ്കിൽ താമസിക്കുന്ന മോശദാസനാണ്. ഇവൻ പുത്രന്റെ അധികാരമുള്ളവനാണ്. സർവവും ചമച്ചവൻ കർത്താവാണ്. അവൻ മോശയേക്കാൾ ശ്രേഷ്ഠൻ. 4-ാം അധ്യായത്തിൽ യോശുവയേക്കാൾ ശ്രേഷ്ഠൻ. യോശുവ എല്ലാവരെയും കൊണ്ടുപോയില്ല. പക്ഷെ കനാന്റെ സ്വസ്ഥതയിലല്ല, അവിടെ വേറെ സ്വസ്ഥത പറയുന്നുണ്ട്, നിത്യസ്വസ്ഥത. കനാന്റെ സ്വസ്ഥതയിലല്ല, നിത്യമായ സ്വസ്ഥതയിൽ നിങ്ങളെ എല്ലാവരെയും എത്തിക്കുന്ന യേശു നിങ്ങളുടെ സൈന്യാധിപനായ യോശുവയേക്കാൾ ശ്രേഷ്ഠൻ. പ്രൈസ് ദി ലോർഡ്. 5-ാം അധ്യായത്തിൽ അബ്രഹാമിനേക്കാൾ വലിയവൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമാണല്ലോ വലുത്. നിങ്ങൾക്ക് പിതാക്കന്മാർ വലുതാണല്ലോ, ഗോത്രപിതാക്കന്മാർ നിങ്ങൾക്ക് വലുതാണ്, നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് വലുതാണ്. പക്ഷേ നിങ്ങളുടെ അബ്രഹാമിനേക്കാൾ വലിയവരാണ് ക്രിസ്തു. എന്താ തെളിവ്? അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ തന്നെക്കാൾ വലിയവനില്ലാത്തത് കൊണ്ട് ദൈവം തൻ്റെ തലയിൽ കൈവച്ചങ്ങ് ആണയിട്ടു. പിടികിട്ടിയോ? എത്ര മനോഹരമായ ഖണ്ഡനമാണ് പൗലോസ്. അപ്പോളജിറ്റിക് സ്റ്റൈലാണ് പൗലോസ് എബ്രായലേഖനം എഴുതിയിരിക്കുന്നത്. തന്നെക്കാൾ വലിയവനില്ലാത്തത് കൊണ്ട് തന്നെ കൊണ്ട് ദൈവം സത്യം ചെയ്തെങ്കിൽ തന്നെക്കാൾ വലിയവനല്ല അബ്രഹാം. അബ്രഹാമിനേക്കാൾ വലിയവനാണ് ഈ ദൈവം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനേക്കാൾ വലിയവനായ ദൈവം. 6-ാം അധ്യായത്തിൽ സബ്ജക്റ്റ് വേറെയാണ്. സത്യത്തിന്റെ മനഃപൂർവ്വം പാപം ചെയ്തതിനെ കുറിച്ചാണ്. ഓൾഡ് ടെസ്റ്റമെന്റിൽ എടുത്തിരിക്കുന്ന കൊട്ടേഷനാണ്. അബദ്ധവശാൽ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വിറക് കീറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിഞ്ഞില്ല അതിൻ്റെ ആ പൂരി ഇരിക്കുകയാണ്. കോടാലി ഊരിയാണ് അപ്പുറത്തോട്ട് വീണു, അതുവഴി പോയി അയാളുടെ തലയിൽ വീണു. അവിടെ അതിന് എഴുതി വെച്ചിരിക്കുന്ന അബദ്ധവശാൽ എന്നാണ്. നിങ്ങൾ മനഃപൂർവ്വമല്ല, പക്ഷെ അതിൻ്റെ താഴെയുണ്ട് മനഃപൂർവ്വം പാപം ചെയ്താൽ. മനസ്സിലായോ? കോടാലി ഊരി റോഡിൽ കൂടെ പോയ ആളുടെ തലയിൽ വീണതിൻ്റെ പേരാണ് അബദ്ധവശാൽ. പക്ഷെ ആസൂത്രിതമായി കരുതിക്കൂട്ടി
ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ചെയ്തതിൻ്റെ ആ വാക്കാണ് പൗലോസ് എബ്രായർക്ക് വെച്ച് മനഃപൂർവ്വം അവൻ ചെയ്ത. എനിക്ക് സാൽവേഷൻ വേണ്ട, എനിക്ക് കൃപയുടെ സന്ദേശം വേണ്ട, എനിക്ക് ക്രൈസ്റ്റിനെ വേണ്ട, എനിക്ക് ചരിത്രത്തിൽ നടന്ന സാക്രിഫൈസ് വേണ്ട, കളഞ്ഞു പോകുന്നവൻ ഇനി സാക്രിഫൈസ് ഇല്ല, യാഗമില്ല, തീ മാത്രമേ ഉള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്. മനഃപൂർവ്വം ഈ രക്ഷ എനിക്ക് വേണ്ട, ഈ ക്രിസ്തു എനിക്ക് വേണ്ട, ഈ കൃപാദാനങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവന് മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ പറ്റില്ല. 7-8 അധ്യായത്തിലെ വിഷയം പ്രീസ്റ്റ്ഹുഡാണ്, പൗരോഹിത്യം. പെന്തക്കോസ്തുകാർ പൗരോഹിത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അത് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട സാർവലൗകികമായ പൗരോഹിത്യമാണ്. അത് സഭയുടെ പൗരോഹിത്യമാണ്, അത് രാജകീയ പൗരോഹിത്യമാണ്. പെന്തക്കോസ്തുകാർ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അത് ബൈബിളിൻ്റെയും ശ്ലൈഹിക പാരമ്പര്യങ്ങളാണ്. ബൈബിളികമല്ലാത്ത ശ്ലൈഹികമല്ലാത്ത പാരമ്പര്യങ്ങളെ നമ്മൾ നിരാകരിക്കുകയും അപ്പോസ്തലികമായ പാരമ്പര്യങ്ങളെ നാം സ്വീകരിക്കുകയും ചെയ്യും. സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർപ്പിക്കട്ടെ. 6, 7, 8 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പൗരോഹിത്യം, യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത എന്ത്? അഹരോന്റെ കുടുംബത്തിൽ ജനിക്കാത്ത, ലേവി കുടുംബത്തിൽ ജനിക്കാത്ത ക്രിസ്തുവിന് എങ്ങനെ പൗരോഹിത്യം കിട്ടും? ക്രിസ്തു ജനിച്ചത് യഹൂദ ഗോത്രത്തിൽ, രാജകുടുംബത്തിൽ. പൗലോസ് കണ്ണിക്കുകയാണ്, അഹരോന് പൗരോഹിത്യം ലഭിക്കുന്നതിന് മുമ്പ് മൽക്കീസദേക്കിന് പൗരോഹിത്യം ലഭിച്ചു. ഉണ്ടോ? മൽക്കീസദേക്ക് രാജാവും പ്രവാചകനും പുരോഹിതനുമായിരുന്നു. മൽക്കീസദേക്കിന് അഹരോന് മുമ്പ് പൗരോഹിത്യം കിട്ടി. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. കാരണം അവൻ രാജാവുമാണ്, പുരോഹിതനുമാണ്, റോയൽ പ്രീസ്റ്റ്ഹുഡാണ്. ആ പൗരോഹിത്യത്തിന്റെ ക്രമമാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം. അഹരോന്റെ പൗരോഹിത്യം ബലഹീനം, അഹരോന്റെ പൗരോഹിത്യം താൽക്കാലികം, അഹരോന്റെ പൗരോഹിത്യം മരണത്തോടെ അവസാനിക്കുന്നു. അഹരോന്റെ പൗരോഹിത്യം കുടുംബക്കാരന്റെ കുത്തകയാണ്, ഗോത്രക്കാർക്ക് മാത്രമാണ്. അഹരോന്റെ പൗരോഹിത്യം നിലനിൽക്കാത്തതാണ്. എന്നാൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യം താൽക്കാലികമല്ല, എന്നേക്കുള്ള പൗരോഹിത്യം, മരണത്തോട് നീങ്ങാത്ത പൗരോഹിത്യം, നിലനിൽക്കുന്ന പൗരോഹിത്യം, ബലമുള്ള പൗരോഹിത്യം, നിലനിൽക്കുന്ന പൗരോഹിത്യം, താൽക്കാലിക കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പൗരോഹിത്യമല്ല, നിത്യകൂടാരത്തിലേക്ക് പ്രവേശിക്കുന്ന പൗരോഹിത്യം. അത് കുടുംബക്കാരന്റെ കുത്തകയല്ല, സകല ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്നും ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയ സഭയുടെ പൗരോഹിത്യം. ഇതാണ് അഹരോന്റെ പൗരോഹിത്യം, ക്രിസ്തുവിന്റെ പൗരോഹിത്യം തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ്. അതാണ് 7-8 അധ്യായം. 13 അധ്യായം പറഞ്ഞോളാം. സഹോദരൻ, 2 സെമസ്റ്റർ പഠിപ്പിക്കുന്നതാണ്. അരമണിക്കൂർ കൊണ്ട് പറയാം, ഫീസ് കൂടുതലാണ്. സഹോദരൻ, അടുത്ത് ഏതാ? 9 അധ്യായം, ടാബർനാക്കള വിഷയം. ടാബർനാക്കൾ അങ്ങോട്ട് കമ്പാരിസണാ. ഭൗമിക കൂടാരത്തിലുള്ള ശുശ്രൂഷയല്ല, ഭൗമിക കൂടാരത്തിലുള്ള ശുശ്രൂഷയല്ല, താൽക്കാലികമായ കൂടാരമായിരുന്നു ടാബർനാക്കൾ. അതിന്റെ പരിമിതി അറിയാമല്ലോ. തിരശ്ശീല കടന്നുകൊണ്ട് മഹത്വം വെളിപ്പെട്ടില്ല. മുൻകൂടാരമുള്ളിടത്തോളം കാലം മഹത്വം വെളിപ്പെട്ടില്ല. അതുകൊണ്ട് തേജസ് വെളിപ്പെട്ടില്ല. അതുകൊണ്ട് തിരശ്ശീല കീറി തേജസ് വെളിപ്പെട്ടത് മുൻകൂടാരം മാറിയത് കൊണ്ടാണ്. യേശുവിന്റെ ശുശ്രൂഷ നിത്യമായ കൂടാരത്തിലെ ശുശ്രൂഷയാണ്, ഭൗമിക കൂടാരത്തിലെ ശുശ്രൂഷയല്ല. അതുകൊണ്ട് ടാബർനാക്കിനേക്കാൾ, ഈ ആലയത്തെക്കാൾ വലിയവനാണ് ക്രിസ്തു. മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ, ടാബർനാക്കിനേക്കാൾ, ഈ സമാഗമന കൂടാരത്തെക്കാൾ വലിയവനാണ് ക്രിസ്തു. എന്നിട്ട് നമ്മൾ സമാന കൂടാരം പൊക്കി നടക്കുക. സഹോദരൻ, ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, അതിനേക്കാൾ വലുതാണ്. തിരശ്ശീല കീറി, അതുകൊണ്ട് മഹത്വം വെളിപ്പെട്ടു. മഹത്വം വെളിപ്പെടുന്നതിന് തടസ്സം മറശീലയായിരുന്നു. മുൻകൂടാരം നിന്നത് കൊണ്ടാണ് തേജസ് വെളി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഇന്റർപ്രറ്ററും വേണ്ട, വായിക്കുന്നവർക്ക് പിടികിട്ടുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി നിങ്ങൾക്ക് പുതുവഴി തുറന്നത് കൊണ്ട് മഹത്വം വെളിപ്പെട്ടു, തേജസ് വെളിപ്പെട്ടു. അതുകൊണ്ട് ടാബർനാക്കിനേക്കാൾ, സമാഗമന കൂടാരത്തേക്കാൾ ശ്രേഷ്ഠമാണ് യേശുവിൻ്റെ ഈ ശുശ്രൂഷ എന്ന് കൃത്യമായി പറയുന്നു. അടുത്ത 10 അധ്യായം. 10 അധ്യായത്തിലെ വിഷയം പഴയ നിയമ യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് യേശുവിൻ്റെ യാഗം. വൺസ് ഫോർ ഓൾ, ഒരിക്കലായി യാഗമർപ്പിച്ചിട്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. 10 അധ്യായത്തിൽ പറയുന്നു, പഴയ നിയമ യാഗങ്ങൾ പൂർത്തിയാക്കിയില്ല. കൂടെ യാഗം, കൂടെ പാപം. മനസ്സിലായോ? യാഗം ആവർത്തിക്കുന്നത് തന്നെ പിടികിട്ടിയോ? ഇന്നലെ ചെയ്ത യാഗം മനസാക്ഷിക്ക് സമ്പൂർണ്ണമായി സമാധാനം നൽകിയില്ലെന്നും ലോജിക്ക് പിടികിട്ടിയോ? യാഗം ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ?
പെർപെച്വൽ സാക്രിഫൈസ്, യാഗം ആവർത്തിക്കുന്നതിന്റെ കാരണം ഇന്നലത്തെ യാഗം പൂർണ്ണമായില്ല. അത് പൂർണ്ണമായിരുന്നെങ്കിൽ മനസ്സാക്ഷി സമ്പൂർണമായ സമാധാനം കിട്ടിയേനെ. മനസ്സാക്ഷി സമ്പൂർണമായ സമാധാനം കിട്ടാതിന്റെ കാരണം കൂടെ പാപം, കൂടെ യാഗം. എന്നാൽ കൂടെ അല്ല യാഗം. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിക്കാൻ ഒരിക്കലായി യാഗമായി, വൺസ് ഫോർ ഓൾ. പ്രൈസ് ദി ലോർഡ്. ആടുകളുടെ രക്തം 6 പോലെ ഒഴുക്കിയിട്ടും കാളകളുടെ രക്തം കായൽ പോലെ ഒഴുക്കിയിട്ടും ബലിപീഠങ്ങളിൽ ആരുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, മാറുപിളർന്ന് യേശു മനുഷ്യവർഗത്തിന് വേണ്ടി ഒഴുക്കിയ രക്തം നിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി, സകല പാപവും ശുദ്ധീകരിക്കുന്ന രക്തം. 11-ാം അധ്യായത്തിലെ വിഷയം, നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ സേട്ടനായ യേശു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മുഴുവൻ ലീഡേഴ്സിന് പേരുണ്ട്. അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ഇത്താഖ്, ന്യായാധിപന്മാർ, രാജാക്കന്മാർ, പിതാക്കന്മാർ, പുരോഹിതന്മാർ, സകല ലീഡേഴ്സിന്റെ ലിസ്റ്റ് ഇട്ടിരിക്കുക. അവരെ ആരും ചെറുതാക്കുന്നില്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തില്ല. അവരെല്ലാം കൊള്ളാം. വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റിയവർ അവിടെ എഴുതിയിട്ടുണ്ട്. തീയുടെ ബലം കെടുത്തിയവർ, സിംഹത്തിന്റെ വായ അടച്ചവർ, വീരന്മാരെ ഓടിച്ചു കളഞ്ഞവർ, കൊള്ളാം. പക്ഷെ ആരും പൂർത്തിയാക്കിയില്ല. കാരണം പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തം ശേഷിക്കുകയാണ്. എന്നിട്ട് 12:2 പറയുന്നു, ദ ഓഥർ ആൻഡ് ഫിനിഷർ. 12:2 എഴുതാനാണ് 11 അധ്യായം മുഴുവൻ എഴുതിയെന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദ ഓഥർ ആൻഡ് ഫിനിഷർ. അവർ പൂർത്തിയാക്കിയില്ല. എന്ന പൂർത്തിയാക്കിയവൻ ഒരാളേ ഉള്ളൂ. 11-ാം അധ്യായത്തിലെ സകല നേതാക്കന്മാരെക്കാളും സേട്ടൻ എന്റെ യേശു. പ്രൈസ് ദി ലോർഡ്. ആ യേശു ആരാണെന്ന് നിങ്ങൾ അറിയണം. ഇത്രയേ ഉള്ളൂ എബ്രായ ലേഖനം. അതിന് 15 മിനിറ്റ് മതി. പ്രൈസ് ദി ലോർഡ്. ഇത്രയേ ഉള്ളൂ. 13-ാം അധ്യായത്തിൽ അവസാനം പറയുന്നു, യേശു ക്രിസ്തു ക്രൈസ്തവ സഭയുടെ ക്രിസ്തു വിജ്ഞാനി 13:8 യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ. ഇന്നലെ ആരാണ് യേശു? പിതാവിനോടുകൂടി സന്നിഹിതനായിരുന്ന ക്രിസ്തുവിന്റെ പൂർവ്വയാസ്തിത്വം. യഹോവസാക്ഷിക്കാരൻ വിശ്വസിച്ചോ യേശു ദൈവമല്ലെന്ന്. പക്ഷെ ഞങ്ങൾ ഇന്ന് രാത്രി പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ യേശു ദൈവമാണ്. ഇന്നലെ അവൻ ആരാണ്? ക്രൈസ്റ്റ്. ഇന്നവൻ ആരാണ്? മാനവർഗത്തിന് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വന്ന വീണ്ടെടുപ്പുകാരൻ, തന്റെ പ്രവാചക ശുശ്രൂഷ, പിതാവിന്റെ വലത്തുഭാഗത്ത് തന്റെ പൗരോഹിത്യ ശുശ്രൂഷ. ഇന്നവൻ ആരാണ്? മധ്യസ്ഥൻ. നാളെ അവൻ ആരാണ്? അധപ്രലേഖനം പറയുന്നു, അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് 9-ാം അധ്യായം അവസാന വാക്യം, കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇനി അവൻ മടങ്ങി വരുന്ന രാജാവ്. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന്? ചിലർ സ്വോത്രം പറയുന്നില്ല. ബാങ്ക് ബാലൻസിന്റെ കാര്യം ഓർത്താന്ന് എനിക്കറിയാം. പ്രൈസല്ല, അത് എടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. പ്രൈസല്ല, വീട്ടിൽ താമസിക്കാൻ ആൾക്കാരുണ്ട്. ക്ഷമിക്കേണ്ട. സ്തോത്രം. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി യേശുവിന് വരും. താഴ്ചയുള്ള ശരീരത്തെ തന്നെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുവാൻ യേശു മടങ്ങി വരാൻ പോകുന്നു. മഹാദൈവം മടങ്ങി വരാൻ പോകുന്നു. കാര്യപതി സ്വതന്ത്രം ചെയ്താട്ട്. അതിനു മുമ്പേ ഏകാധിപതികൾ ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടിലേക്ക് എറിയപ്പെടും. കനകസിംഹാസനങ്ങൾ കടലെടുക്കും. തിരമാലകൾ നിലച്ചുപോകും. താരകങ്ങൾ ഉതിർന്നു വീഴും. പള്ളക്കാടുകളിൽ നിന്നും സെമിത്തേരികളിൽ ആത്മാക്കൾ തിരികെ വിളിക്കപ്പെടും. ഉഷസിന്റെ ഉദരത്തിൽ യുവാക്കളായ മഞ്ഞ് പുറത്തു വരുന്നത് പോലെ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്ക് ഖബറുകൾ തുറക്കും. പ്രിയമുള്ളവരെ, 7 മഹത്വത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് മുമ്പേ വാങ്ങിപ്പോയവർ നമ്മൾ തമ്മിൽ കാണും. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ഇറങ്ങി വരുന്നൊരു ദിവസമുണ്ട്. യേശു ആരാണ് നിങ്ങൾ അറിയണം. ഇവനത്ര മഹാൻ. നാട്ടിൽ മാറ്റത്തിന് വേണ്ടി പോരാടിയ ആരോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല. ഈ നാട്ടിൽ മാറ്റത്തിന് വേണ്ടി, നവോത്ഥാനത്തിന് വേണ്ടി, ഈ നാട്ടിലൊരു മാറ്റത്തിന് വേണ്ടി ചെറുപേരിൽ ആരെങ്കിലും അനക്കിട്ടുണ്ടെങ്കിൽ സഭയ്ക്ക് അവരോടെല്ലാം ആദരവാണുള്ളത്. ഇത് മഹാനായ വൈകുണ്ഠസ്വാമിയുടെ, ചട്ടമ്പിസ്വാമിയുടെ, അയ്യങ്കാളിയുടെ, പണ്ഡിറ്റ് കറുപ്പിന്റെ, കുർമ്മം ദൈവത്താന്റെ, ഭാരതകേസരി മന്നത്വപ്നാഭന്റെ, കുമാരനാശന്റെ, ഡോക്ടർ പൽപ്പുവിന്റെ, ആര്യവള്ളത്തിന്റെ, വി.ടി. ഭട്ടതിരിപ്പാടിന്റെ, വാക്പാടാനന്ദന്റെ, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ, ശുഭാനന്ദന്റെ നാടാണ്. അവരോടൊന്നും സഭയ്ക്ക് അനാദരവില്ല കേട്ടോ. മാറ്റത്തിന് വേണ്ടി പോരാടിയവരോടെല്ലാം ഞങ്ങൾക്ക് ആദരവാണുള്ളത്. പക്ഷേ യേശു മഹാനെന്ന് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കാൻ കാരണം, എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ച് പിശാച് തകർത്ത് കളഞ്ഞ് എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയാൻ, പിശാച് തേച്ച് കളഞ്ഞ് ഉടച്ചു കളഞ്ഞ് എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയാൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു എൻ്റെ രക്ഷകനാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ മഹാൻ എന്ന് വിളിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. നമ്മളെ മനുഷ്യരാക്കിയത് യേശുവാണ് കേട്ടോ. ദേശത്തോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് മാറ്റം നൽകിയത് യേശുവാണ്. 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന പുസ്തകം പി ഭാസ്കരൻ എഴുതിയിട്ടുണ്ട്. 100 വർഷത്തിന് മുമ്പ് ഈ നാട് ഇങ്ങനെ അല്ലായിരുന്നു. കൊർത്തിയാടും ചുനക്കരയും വള്ളിക്കാവും വള്ളികൊന്നവും ഈ മാവേലിക്കരയും കായംകുളവും ഇങ്ങനെ അല്ലായിരുന്നു പ്രിയമുള്ളവരെ. ഈ റോഡുടെ കാളയ്ക്കും കഴുതയ്ക്കും പോകാം, മനുഷ്യന് വിലക്കപ്പെട്ടിരുന്നു. പൊതുക്കിണറ്റിലെ വെള്ളം നായിക്കും നരിക്കും കുടിക്കാം, മനുഷ്യന് വിലക്കപ്പെട്ടിരുന്നു. പാമ്പിനും പഴുതാരയ്ക്കും പൂമ്പാറ്റയ്ക്കും പുൽച്ചടിക്കും പോലും സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ അക്ഷരവും ആരാധന അന്തസ്സും നിഷേധിക്കപ്പെട്ട് സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് അരിവൽക്കരിക്കപ്പെട്ടു പോയ മനുഷ്യൻ, വെള്ളവസ്ത്രം ധരിക്കാൻ അനുവാദമില്ലാത്തവൻ്റെ നാട്, ചെരിപ്പിടാനും വടിപിടിക്കാനും കുടപിടിക്കാനും അനുവാദമില്ലാത്തവൻ്റെ നാട്, കണ്ണൻ ചിരട്ടി കഞ്ഞി കുടിക്കേണ്ടി വന്ന അടിയാളന്മാരുടെ ജീവിതം, ആരോഹണക്രമത്തിൽ ആദരിക്കപ്പെടുകയും അവരോഹണക്രമത്തിൽ ആദരിക്കപ്പെടുകയും ചെയ്യുന്ന അറിവിന്തിരിപ്പൻ ജാതി വസ്ത്രം ഉണ്ടായിരുന്ന ഈ നാട്ടിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം എത്തിയത് കൊണ്ടാണ്, യേശുവിൻ്റെ വാചനം എത്തിയത് കൊണ്ടാണ്, യേശുവിൻ്റെ പ്രചാരകർ എത്തിയത് കൊണ്ടാണ് ഇന്ന് രാത്രി മാന്യതയോട് ജീവിക്കുന്നത്. വെള്ളവസ്ത്രം ധരിക്കാൻ, യേശുവിനെ അംഗീകരിപ്പാൻ, വഴി നടക്കാൻ, ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ഇഷ്ടദേവനെ ആരാധിക്കാൻ അവസരമുണ്ടായത് സുവിശേഷം എത്തിയത് കൊണ്ടാണ്. സ്തോത്രം. എല്ലാ മാന്യതകളും നമുക്ക് ലഭിച്ചത് ഈ സുവിശേഷമാണ്. 1806 തിരുനെൽവേലി മുതൽ ഏനാത്ത് പാലം വരെ ലണ്ടൻ മിഷണറിമാർ, 1816 ഏനാത്ത് പാലം മുതൽ ഭാരതപ്പുഴ വരെ സീമസ് മിഷണറിമാർ, 1839 ഭാരതപ്പുഴ മുതൽ മംഗലാപുരം വരെ വാസൽ മിഷണറിമാർ ഈ നാടിനെ ഉഴുതുമറിച്ചു. നാട്ടിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായി. ജോസഫ് പി ടി നാട്ടിൽ താമസിച്ചുകൊണ്ട് കായംകുളത്തും ക്ലാപ്പനയിലും ആയിരുന്നെങ്കിലും കായംകുളത്തുമെല്ലാം സഭ സ്ഥാപിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, മിഷണറിമാർ ഉഴുതുമറിച്ച ദേശം. സ്തോത്രം. നാടിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടായത് യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ്. നമുക്ക് മാന്യത ഉണ്ടായി. ഇരുട്ടിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. നമ്മുടെ ഇരുട്ട് മാറ്റി, ശാപം മാറ്റി, ദോഷം മാറ്റിയത് യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു. 630 കോടി രൂപയുടെ മദ്യമാണ് ക്രിസ്മസിന് വിറ്റത്. ഓണത്തിന് 600 കോടി രൂപയുടെ മദ്യം. തിരുവോണത്തിന് തലേ ദിവസം ഉത്രാട സദ്യയിൽ മാത്രം 117 കോടി രൂപയുടെ മദ്യം. ഡിസംബർ 25-ന് മാത്രം 107 കോടി രൂപയുടെ മദ്യം. വേൾഡ് കപ്പിന്റെ ഫൈനലിന്റെ അന്ന് അർജന്റീന ഫ്രാൻസ് കളിയുടെ അർജന്റീന ഫ്രാൻസിന്റെ അന്ന് കളിയുടെ അന്ന് 50 കോടി രൂപയുടെ മദ്യം. എൻ്റെ ഡേറ്റ ഇരിപ്പുണ്ട്, സർക്കാരിന്റെ വെബ്സൈറ്റിൽ നിന്നാണ്. എന്തൊരു കുടിയായത്, എന്തൊരു മദ്യപാനമാണിത്. കോടിക്കണക്കിന് രൂപയാണ് പ്രൈസിലെ മദ്യമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരിയോട് വിട പറയാം. നാടിനോട് യോഗം അഭ്യർത്ഥിക്കുന്നു. പുകയിലയോട്, മദ്യപാനത്തോട്, ലഹരിയോട് വിട പറയൂ. ആത്മഹത്യ ചെയ്യരുത്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഇന്നലെ ഇന്നുമായി ഇവിടെ ഉയർന്നു കേട്ട ശബ്ദം നിങ്ങളെ രക്ഷിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച്, നിങ്ങളുടെ പാപത്തിന് പരിഹാരം നൽകിയ ക്രിസ്തുവിനെ കുറിച്ച്, നിങ്ങൾക്ക് സമാധാനം നൽകിയ ക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് രാത്രി ആ ക്രിസ്തുവിനെ ഏറ്റെടുക്കാൻ ഈ നാടിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പാളയത്തിന് പുറത്ത് യേശു കഷ്ടമനുഭവിച്ചത് അതിനു വേണ്ടിയാണ്. പുരോഹിതൻ വന്ന വസ്ത്രം അഴിച്ചു വെച്ചിട്ട് യാഗം അർപ്പിച്ചിട്ട് കുടലും അവയും ചാണകവും വേസ്റ്റ് ചുമന്നൊരു പാളയത്തെ പുറത്തേക്ക് പോകും. അതേ പുരോഹിതൻ വന്നിട്ട് കഴുകി വൃത്തിയായി വിശുദ്ധ സ്ഥലത്തേക്ക്. പാളയത്തിന് പുറത്ത് ആരാണോ അപമാനിക്കപ്പെട്ടത്, അതേ പുരോഹിതനാണ് വിശുദ്ധ സ്ഥലത്ത് ആദരിക്കപ്പെടുന്നത്. പാളയത്തിന് പുറത്ത് നിങ്ങൾ അപമാനിക്കപ്പെട്ടെങ്കിൽ നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് ആദരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അകത്തേക്ക് പോയ ആ പുരോഹിതനെ കാത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതാ കാത്തു നിൽക്കുന്ന രക്ഷക എന്ന് പറയുന്നത്. കാത്തുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് പോയി പുള്ളി വരെ ഇങ്ങനെ കാത്തു നിൽക്കുക. വികാരപരമാണ് കാത്തിരിപ്പ്. ആ പുരോഹിതൻ വന്നിട്ട് ജനത്തെ അനുഗ്രഹിക്കും. കാത്തു നിൽക്കും. അതാണ് ആ മഹാപുരോഹിതന്റെ മഹാപാപ പരിഹാര ദിവസം ത്രികാല പ്രത്യക്ഷത അവതരിപ്പിച്ചിട്ടാണ് എബ്രായലേഖനം 9 അവസാനം പറയുന്നത്, യേശു ഇതുപോലെ യാഗം അർപ്പിച്ചു. പാളയത്തിന് പുറത്തേക്ക് പോയി. അൾത്താരയിലല്ല യാഗം നടന്നത്, അൾത്താരയിലല്ല യാഗം നടന്നത്, പള്ളിയിലല്ല യാഗം നടന്നത്, പുറംപോക്കിലാണ്, ഔട്ട് ഓഫ് ക്യാമ്പിലാണ്. പാളയത്തിന് പുറത്താണ് കുഷ്ഠരോഗി, പാളയത്തിന് പുറത്താണ് രക്തസ്രാവക്കാരി സ്ത്രീ. ലേവ്യ പുസ്തകം പുറന്തള്ളിയവരെല്ലാം പാളയത്തിന് പുറത്താണ്. അവരെ തേടിയാണ് യേശു പുറംപോക്കിലേക്ക് പോയത്. പുറംപോക്കിലാണ് റിഡംഷൻ നടന്നത്. മതവും രാഷ്ട്രീയം ചവച്ച് തുപ്പിയവരെല്ലാം പുറംപോക്കിലാണ് അലഞ്ഞു തിരിഞ്ഞത്. നിങ്ങൾ കണ്ടുകൊണ്ടോ യേശുവിൻ്റെ അടുക്കൽ വന്നത് മുഴുവൻ ലേവ്യ പുസ്തകം തള്ളിയവർ. ലേവ്യ പുസ്തകം തുടരുതെന്ന് പറഞ്ഞവരല്ല യേശു തൊട്ടു. അതറിയാമോ? കുഷ്ഠരോഗിയെ തൊട്ടു, രക്തസ്രാവക്കാരി തൊട്ടു, പാവനെ തൊട്ടു, ശവത്തെ തൊട്ടു, മഞ്ചത്തെ തൊട്ടു. മതം എഴുതിയതിനെ യേശു തിരുത്തിയിട്ട് നിയമത്തെ യേശു പുനർവ്യാഖ്യാനം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി സ്നേഹിക്കുന്ന യേശുവിനെ ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവൻ ഇതാ വിശുദ്ധ സ്ഥലത്തേക്ക് കയറി. ആടിന് രക്തം കൊണ്ടല്ല, സ്വന്തം രക്തം കൊണ്ട്.
അകത്തേക്ക് പോയ പുരോഹിതനെ കാത്തുകൊണ്ട് ജനം കോട്ടയാടി നിൽക്കുന്ന പോലെ കഴിഞ്ഞ 2000-ലധികം വർഷമായി ജനം കാത്തു നിൽക്കുന്നു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി. ഇത് ക്രിസ്ത്യാനികളുടെ ദൈവത്തെക്കുറിച്ചല്ല, ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമല്ല, ഇത് മതപ്രഭാഷണമല്ല. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ക്രിസ്തുവിന്റെ വെളിപ്പാടുണ്ടാകാൻ, ആ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ എത്ര പേര് തയ്യാറാകും? ജപവും തപവും തന്ത്രങ്ങളും മന്ത്രങ്ങളും വേണ്ട, ഉപചാരങ്ങളും ഉപദാനങ്ങളും ഉൽപ്പന്നങ്ങളും ഒന്നും വേണ്ട. അകം മുറിഞ്ഞ് കണ്ണുനീരോട് ഗദ്ഗതത്തോടെ ഇന്ന് രാത്രി യേശുവേ, ഞാൻ ഭാവിയാൻ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ, അങ്ങയുടെ മകനായി മകളായി ജീവിപ്പാൻ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് രാത്രി ഗദ്ഗതത്തോടെ ആര് പ്രാർത്ഥിക്കുമോ അവിടെ ഹൃദയത്തിലേക്ക് യേശു വരും.